ശിശുപരിചരണ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാതാക്കളായ ജോൺസൺ ആൻഡ് ജോൺസൺ കമ്പനി ഉപഭോക്താവിന് 60,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയുടെ ഉത്തരവ്. വായിക്കാൻ കഴിയാത്ത പാക്കിംഗ് ലേബൽ ഉപയോഗിച്ചതിനാണ് നടപടി. കമ്പനിക്ക് അനുകൂലമായി തെറ്റായ റിപ്പോർട്ട് നൽകിയ ലീഗൽ മെട്രോളജിയിലെ 2 ഉദ്യോഗസ്ഥർക്ക് 15 ദിവസത്തിൽ കുറയാത്ത പരിശീലനം നൽകണമെന്നും കോടതിയുടെ നിർദ്ദേശം. ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി ലോഷന്റെ ബോട്ടിലിൽ യൂസേജ്, ഇൻഗ്രീഡിയൻസ് എന്നിവ രേഖപ്പെടുത്തിയിരിക്കുന്നത് വായിക്കാൻ കഴിയാത്തതാണെന്നും 2011 ലീഗൽ മെട്രോളജി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതിയിലാണ് നടപടി. ചട്ടം ലംഘിച്ചതിനാൽ ഉപഭോക്താവിന് 60,000 രൂപ നഷ്ടപരിഹാരം നൽകണം. ഇതിൽ 25,000 രൂപ ലീഗൽ എയ്ഡ് ഫണ്ടിലേക്ക് അടയ്ക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു. എറണാകുളം എടപ്പള്ളി സ്വദേശിയും വിവരാവകാശ പ്രവർത്തകനുമായ വേണുഗോപാലപിള്ളയുടെ പരാതിയിലാണ് ഉത്തരവ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യപ്പെടുന്നത് കൺസ്യൂമേഴ്സാണ്, ഉപഭോക്താക്കളാണ്. അത് ഉപഭോക്താക്കൾക്ക് അറിയില്ല. ഏത് തരത്തിൽ ചൂഷണം ചെയ്തുകൊണ്ടെന്ന് അവർക്ക് ആർക്കും അറിയില്ല, ഇൻക്ലൂഡിങ് മീ ആൻഡ് യു. എല്ലാവരുടെയും സ്ഥിതി അതാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പബ്ലിക് ലിറ്റിഗേഷൻ കേസ് കൊടുക്കുന്നുള്ളൂ. അതേമാതിരി കൺസ്യൂമർ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ആണ് ഇത്. കൺസ്യൂമർ ആസ് എ ഹോൾ ഇത് അവരുടെ താല്പര്യമാണ് ആ റൂൾ പ്രകാരം. അങ്ങനെയുള്ള ചില കേസിലാണ് ഞാൻ അങ്ങനെ ഒന്നാണ് ഇപ്പോൾ ചൂസ് ചെയ്ത്. വേറെ 1-2 ഞാൻ അണ്ടർ പ്രിപ്പറേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസ് അല്ലാണ്ട് ഞാൻ ഐ എം നോട്ട് ആൻ അഡ്വക്കേറ്റ്. അപ്പോൾ ഈ കോടതിയിൽ എനിക്ക് പോകാം ആസ് എ കംപ്ലൈനൻറ്റ് എന്നുള്ള നിലയ്ക്ക്. അങ്ങനെയാണ് ഞാൻ പോയത്. അതിന് അഡ്വക്കേറ്റ് വേണമെന്നില്ല. അപ്പോൾ ഞാൻ തന്നെയാണ് പോയത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കളായ അഡ്വക്കേറ്റ്സിൻ്റെയൊക്കെ ഉപദേശങ്ങളൊക്കെ ഞാൻ നേടുമായിരുന്നു. ലേബലിലെ അക്ഷരങ്ങൾക്ക് നിയമാനുസൃതമായ വലിപ്പമുണ്ടെന്നാണ് ജോൺസൺ ആൻഡ് ജോൺസൺ കോടതിയെ ബോധിപ്പിച്ചത്. ചട്ടപ്രകാരമുള്ള വലിപ്പം ലേബലിലെ അക്ഷരങ്ങൾക്കുണ്ടെന്ന് ലീഗൽ മെട്രോളജി ഉദ്യോഗസ്ഥർ 2 പ്രാവശ്യം രേഖാമൂലം സാക്ഷ്യപ്പെടുത്തി. എന്നാൽ പരാതിക്കാരന്റെ ആവശ്യപ്രകാരം 2 കുപ്പികളുടെ ലേബൽ പരിശോധനയ്ക്കായി കോടതി വിദഗ്ധനെ ഏൽപ്പിക്കുകയായിരുന്നു. വിദഗ്ധ റിപ്പോർട്ട് പ്രകാരം ലേബലുകളിൽ അച്ചടിച്ച അക്ഷരങ്ങൾ ചട്ടവിരുദ്ധമാണെന്നും വായിക്കാൻ കഴിയുന്നതല്ലെന്നും ബോധ്യമായി. തുടർന്നാണ് ലീഗൽ മെട്രോളജി വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചത്. കോടതിയിൽ തെറ്റായ റിപ്പോർട്ട് നൽകിയ സാഹചര്യത്തിൽ ലീഗൽ മെട്രോളജി നിയമത്തെക്കുറിച്ചും ചട്ടത്തെക്കുറിച്ചും പ്രാധാന്യം നൽകിക്കൊണ്ട് 15 ദിവസത്തിൽ കുറയാത്ത കാലയളവിൽ 45 ദിവസത്തിനുള്ളിൽ പരിശീലനം നൽകാൻ സംസ്ഥാന ലീഗൽ മെട്രോളജി കൺട്രോളർക്ക് കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു. അത് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അവർ അങ്ങനെ നിന്നുകൊണ്ടിട്ടാണ് കമ്മീഷൻ കൂടുതൽ വിജിലൻ്റായിട്ട് അവരുടെ നേരെ പോയത്. കൊടുത്തിട്ടില്ല അവർക്ക് 45 ദിവസം ട്രെയിനിങ് അതിൻ്റെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായില്ലേ. എനിക്ക് കിട്ടി, ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഓർഡർ. അപ്പോൾ അതാണ് എൻ്റെ ഇൻട്രസ്റ്റ്, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇനിയും ഈ കൺസ്യൂമേഴ്സിനെ ചൂഷണം ചെയ്യുന്ന 2-3 കേസുകൾ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ ഉടനെ തന്നെ കൊടുക്കും. ലീഗൽ മെട്രോളജിയിലെ ഉദ്യോഗസ്ഥരായ KM മുഹമ്മദ് ഇസ്മായിൽ, സാജു MS എന്നിവരെയാണ് പരിശീലനത്തിനയക്കാൻ നിർദ്ദേശം നൽകിയത്. DB ബിനു പ്രസിഡന്റും V രാമചന്ദ്രൻ, TN ശ്രീവിദ്യ എന്നിവർ മെമ്പർമാരുമായ ബെഞ്ചിൻ്റേതാണ് നടപടി. ജനം, കൊച്ചി.